മോള് നാളെ പോവല്ലേ? കുട്ടായി എന്നോട് പറഞ്ഞു. അവനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ. അമ്മച്ചി, ഓ ഇച്ചാൻ എന്താ ഇത്ര നാളെ കല്യാണം കഴിക്കാണ്ടിരുന്നത്? എൻ്റെ പൊന്നു മോളെ, അവന് കല്യാണപ്രായം ആയപ്പോൾ തൊട്ട് പെണ്ണാലോചിക്കുന്നതാ. ഒരുപാട് ആലോചനകളും വന്നു. ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല. അവന് പെണ്ണെന്ന് പറഞ്ഞ പെങ്ങന്മാർ അല്ലെങ്കിൽ അമ്മച്ചി. ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. അത് മോളെ. പോയി കിടക്ക്. ഓരോ പച്ചക്കറി തോട്ടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇന്ന് പുറമുള്ള 7 ലക്ഷം ടൺ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടുവളപ്പുകളിൽ കൂടുതൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പരിശ്രമം നിർബന്ധമായിട്ടും ഉണ്ടായാലേ സാധിക്കൂ. അതിന് സാധിക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ ജീവിതം ഒന്നേ ഉള്ളൂ മോള്. നമ്മുടെ ജീവിതം നമ്മളാ നോക്കേണ്ടത്. തെറ്റുകുറ്റമില്ലാത്ത ആരാ ഉള്ളേ? മോളെടുത്തുകാട് തീരുമാനം ഒന്നും എടുക്കരുത്. പോയി ചോദിച്ചടാ, ആ ഫുട്ബോളിങ് എടുത്തു. ഞാൻ വന്നൊരു കോതോങ്കലത്ത് കാണിച്ചാൽ കിട്ടുമെന്ന് നോക്കാം. ഓ രണ്ടുപേരും പോയിട്ട് പെട്ടെന്ന് വരണം. കണ്ണോണേ. അമ്മച്ചി പ്രാർത്ഥിക്കും. ശരി അമ്മച്ചി. അമ്മച്ചി പോലെ അമ്മച്ചി ഒറ്റയ്ക്കാക്കരുത്. അപ്പൊ ശരി, പോയിട്ട് വരാം. പ്രിൻസ് എന്നാ ആലോചിക്കണേ? ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇച്ചിരി ടെൻഷനുള്ള വിഷയാ. എന്താ? ഞാനിപ്പോൾ പ്രിൻസിയെ വീട്ടിലാക്കാൻ വരുവാണല്ലോ. അപ്പൊ എന്നായാലും വീട്ടിൽ ഈ കാര്യം പറയുകയും ചെയ്യണം. അതാണ് എൻ്റെ ഒരു മര്യാദ. പക്ഷെ നമ്മൾ കാരണം വീട്ടുകാർക്കൊരു വിഷമം ഉണ്ടാവെന്ന് പറയുമ്പോൾ മനസ്സിനാണൊരു ബുദ്ധിമുട്ട്. താനപ്പോൾ ഞാൻ തന്നെ വീട്ടിലാക്കി പോയി കഴിഞ്ഞു എപ്പോഴെങ്കിലും താൻ ഈ കേസ് പറഞ്ഞാൽ മതി. എന്ത്? ഞാൻ ഒരു തരികട പാർട്ടിയാ, എൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റത്തില്ലെന്നങ്ങ് പറഞ്ഞു. എന്നെ മോശമാക്കി സംസാരിച്ചു മതി. ഇതിപ്പോൾ ഞാൻ പറയുന്ന നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് നിർത്തി ചോദ്യവും പറച്ചിലാവും. ഓ, അതൊക്കെ ഭയങ്കര വിഷയമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവണല്ലേ? യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ബ്ലോക്കായിരുന്നേ. വണ്ടിക്കകത്തിരുന്ന് പഴുത്തു പോയി. അത് ഈ പെരുന്നാളിൻ്റെ തിക്കും ബാ, എന്തൊക്കെയുണ്ട് റിൻസി? വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു കേട്ടോ. അവാർഡ് കിട്ടിയ കാര്യം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഉവ്വ. അമ്മച്ചിയെ കാണുന്നില്ലേ? ആ പിന്നെ അമ്മച്ചിയെ കാണാം. എനിക്കധികം പോസ്റ്റ് തരില്ലേ, പെട്ടെന്ന് കൂടെ എത്തണം, അറിയാലോ. അമ്മച്ചി എങ്ങനെയുണ്ട് അമ്മച്ചി ഇപ്പോ കാലിന്? നിങ്ങളുടെ കാര്യം ഓർത്ത് കിടക്കുമായിരുന്നു. എന്താ താമസിച്ചേ? പള്ളി കയറിയോ? ഇല്ല അമ്മച്ചി. സമയം കിട്ടാൻ ചേട്ടാ അമ്മച്ചി. എനിക്ക് ഇന്നലെ അങ്ങ് തിരിച്ചു പോകണം.
എനിക്കൊരു അവാർഡ് കിട്ടിയത് അമ്മച്ചി അറിഞ്ഞായിരുന്നോ? അതിനൊന്ന് ഡൽഹി വരെ പോണം. അപ്പൊ ആ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാൻ വേണ്ടി. എന്താണ് മോനെ പറയുന്നേ? കല്യാണം കഴിഞ്ഞ് ആദ്യമായി പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ പോവാനോ? അത് പറ്റില്ല. എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ മതി. പറ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ. അമ്മച്ചി സുഖായിരിക്കുന്നു? പിള്ളേരെല്ലാം നിർബന്ധിച്ചുകൊണ്ടിരിക്കുക റിൻസാൻറ്റിയുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ്. അച്ഛൻ തിരക്കായതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. നിനക്ക് അവിടെ എങ്ങനെയുണ്ടോടി? നല്ല സുഖം ആൻറ്റി, ഒരു കുഴപ്പമില്ല. അമ്മച്ചി നല്ല സ്നേഹ. പിന്നെ അന്നീച്ചി, ടീന, സുരേഷ് ഗോപി ഒക്കെ ഉണ്ട്. സുരേഷ് ഗോപി അവിടെ വീട്ടിലെ പണിക്കാര്യങ്ങൾ നോക്കുന്ന ഗോപിച്ചേട്ടൻ്റെ മോനാ.